ഇതെല്ലാം ദൈവം ചെയ്യണേ. മനസ്സിലായോ? അവരൊന്നും അവരുടെ മൂക്കാൻ വേണ്ടി അടിച്ച് എൻ്റെ അപ്പിനെ തല പിടിച്ച് ചെമ്പല്ലല്ലേ അടിച്ചത്. തോന്നുമോ? അത് ഈ സ്ത്രീയുടെ ചെവിയിലെത്തിയില്ലേ? ഈ എൻ്റെ മോൻ വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ചെവിയിലെത്തിയില്ല ആ സൗണ്ട്. ആ കൊച്ചിന് സൗണ്ടും ഇല്ല, തുണി വാരി വായിൽ വെച്ചാണ്. ഇല്ലെങ്കിൽ അപ്പുറം അപ്പുറമുള്ള ആരും കേട്ടില്ലേ? ആ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു മോനെ ജന്മം കൊടുക്കാതിരുന്നെങ്കിൽ ഞങ്ങൾക്കത് സംഭവിക്കില്ലായിരുന്നു. അഷ്കറും ഈ ടീച്ചറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെ ഈ ടീച്ചർ പറഞ്ഞ് പിന്നെ ഈ കൊലയാളിക്ക് അവൻ്റെ പേര് പോലും ഞാൻ വിളിക്കൂല, അവൻ കൊലയാളിയല്ലേ, കശാപ്പുകാരൻ. ഈ കശാപ്പുകാരന് കാണുമ്പോൾ എൻ്റെ മോന് ഭയങ്കര പേടിയാണെന്ന്, അവൻ്റെ സൗണ്ടേ ഇഷ്ടമില്ല. അപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ അതെന്ത്? അത് വലിയ സൗണ്ടായതുകൊണ്ടാണ്. എവൻ കൊച്ചിനെ ഇങ്ങനെ പീഡിപ്പിക്കണോണ്ടല്ലേ കൊച്ചു ഭയക്കണത്. അഷ്കറിന്റെ കൂട്ടുകാർ പറയുന്നത് ഇവൻ മദ്യപിക്കില്ല, പുക വലിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ രണ്ട് രീതിയിലും, പുക വലിക്കാത്ത രീതിയിലും കുടിക്കാത്ത രീതിയിലും ഡ്രഗ് അകത്തുന്ന ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, ഒരുപാട് സാധനങ്ങളുണ്ട്. സിഗരറ്റ് മേടിക്കണം എന്തിനാ ഈ വലിക്കാത്തവൻ? എൻ്റെ അപ്പീനെ പൊള്ളിക്കാൻ മാത്രം സിഗരറ്റ് കുറ്റികളെ അതിട്ടാണ്. രണ്ടാമത് നമ്മൾ ആ ടീച്ചറിലേക്ക് വരികയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് കുഞ്ഞിനെ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നത് തന്നെ ഈ ടീച്ചറാണ് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അത് സത്യമാണോ? സത്യമാണ്. കുഞ്ഞിനെ ഇത് അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ ടീച്ചറാണ് പറഞ്ഞത്, കുഞ്ഞിനെ അങ്ങനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്, അവ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനെയാണ് ആദ്യം ഈ ടീച്ചർ ഡാൻസ് ടീച്ചർ വിളിക്കുന്നത്. ആ സുഹൃത്താണ് എന്നോട് വിളിച്ച് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകണം, നിനക്ക് ഏറ്റു വളർത്താൻ. ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടുപേരും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, കുഞ്ഞിനെ അമ്മക്ക് തന്നാൽ മതി, അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ വളർത്തിക്കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞു. പിന്നെയാണ് ഈ ടീച്ചർ ഞാൻ വിളിച്ച ഫോൺ എടുക്കാതെയായി, പിന്നെ ഇത് എന്നെ വിളിക്കാറില്ല. ഈ നിമിഷം വരെ ഈ കുഞ്ഞിന് ഇത്രയും ഒരു കടന്ന് ഈ ആൾക്കാരെല്ലാം നമ്മൾ ഫോൺ വഴിയും ഇവിടെ വന്ന് ചേർന്നവരൊക്കെ ഉണ്ട്. ഈ ടീച്ചർ ഇതേ വരെ ഈ നിമിഷം വരെയും ഇവിടെ വരികയോ എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുകയോ എന്താണെന്ന് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ സത്യം. പിന്നെ ഈ കുഞ്ഞിന് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ അഷ്കറിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, ഈ ഡാൻസ് ടീച്ചർ അഖിലയോട് പറഞ്ഞെന്ന്, ഒരു കാരണവശാലും അപ്പനെ അമ്മയെ നമ്മളെ ഏൽപ്പിക്കരുത്, അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞതായിട്ട് അവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് അറിയില്ല, എന്തെങ്കിലും അതാണ് ഈ അഷ്കറും ഈ ടീച്ചറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അല്ലാതെ അതങ്ങനെ വരത്തില്ല. ഈ ടീച്ചറിന് കറക്റ്റ് അറിയാം എന്താണ് കാര്യങ്ങളെന്നുള്ളത്. പക്ഷേ അവരെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. ഈ പല കുട്ടികളും ഈ ഡാൻസ് ഗ്രൂപ്പിൽ നിന്ന് വഴിതെറ്റിയിട്ടുണ്ട്, പല കുട്ടികളും വഴിതെറ്റി പോയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞതുണ്ട്, വിവാഹം കഴിഞ്ഞ് അടിച്ചു വേറെ പോയതുണ്ട്. അങ്ങനെ പല രീതിയിലും ഇതിങ്ങനെ ഈ ഡാൻസ് ഗ്രൂപ്പിലൂടെ വഴി നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഡാൻസ് ഗ്രൂപ്പിൽ തന്നെയാണ് മോനും പൊയ്ക്കൊണ്ടിരുന്നത്. ഈ രണ്ടുപേരും അവിടെ വെച്ചാണ് കണ്ടത്. ഈ ടീച്ചർ തന്നെയാണ് ഇവരെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തത്. അതുപോലെ തന്നെയാണ് അഷ്കറിനെയും അഖിലിനെയും കൂട്ടിച്ചേർത്തത് ഈ ടീച്ചർ തന്നെയാണ്. വന്നിട്ടില്ല ഈ ടീച്ചർ. എൻ്റെ മോൻ മരിച്ചിട്ടുണ്ടല്ലോ, അവൻ്റെ എത്ര വർഷം അവരോടൊപ്പം ആയിരുന്നു, അതിനുള്ള പൈസ എല്ലാം അവർ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അവർ വന്ന് പറയട്ടെ, 1 രൂപയെങ്കിലും ഈ അച്ഛൻ്റെ അമ്മേരെയും തന്നു. എൻ്റെ കൊച്ചിൻ്റെ ഒരു മുഖം പോലും ആ സ്ത്രീ അവസാനമായിട്ടൊന്നും ഒന്നും കണ്ടില്ലല്ലോ. ആ സ്ത്രീയാണ് പറഞ്ഞത് അവരെ ഗ്രൂപ്പിൻ്റെ അനുഗ്രഹമാണെങ്കില അന്ന് പറഞ്ഞു. അത് ശരിയാണ്. മൈക്കിൾ ജാക്സൺ എങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നത്, ഇത് ഈ കുഞ്ഞുകാലം തൊട്ടേ അതായിരുന്നു. എൻ്റെ 2 മക്കളും, എൻ്റെ മോളും ഈ മോനും അങ്ങനെയായിരുന്നു. മനസ്സിലായേ? അപ്പോഴും അത്ര ഒരു വാത്സല്യം, ഒരു സ്നേഹമുള്ളവരാണെങ്കിൽ വേറെ ഇത് കാണാൻ വരൂലേ? അവർ വന്നിട്ടില്ല. അവരെ ഭർത്താവ് മാത്രമേ വന്നുള്ളൂ. അവരെ മോനെ പോലെ എന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾക്ക് തരൂല. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ പോലും അവൻ ഞങ്ങളെ വീട്ടിൽ നിൽക്കൂല. ഞങ്ങൾ വിളിച്ച് ചോദിക്കണം, ഞങ്ങളെ കൊച്ചിനെ ഒന്ന് കാണണമെങ്കിൽ. അറിയാമോ? അത്രമാത്രം അത് നശിച്ച് ഇത്രയായിട്ട് പോലും പിന്നെ അതിൻ്റെ അവസാനം ഒരു ജീവന് വേണ്ടി ഞങ്ങൾ അവരുടെ അവരെല്ലാം ഇങ്ങോട്ട് വിളിച്ച് പറയുന്നത്, യാചിച്ചിട്ട് പോലും ആ സ്ത്രീയുടെ ഹൃദയം ഇളകിയില്ലല്ലോ. അവർക്കും ഉണ്ട് 2 മക്കൾ, ഒരു മോളും ഒരു മോനും ഉണ്ട് ഇതേപോലെ. പക്ഷെ അവരുടെ മോനാണെങ്കിൽ ജീവനാണ് എൻ്റെ മോന്. എൻ്റെ മോൻ കാണിക്കുന്നത് എല്ലാം അവൻ അനുകരിച്ച് നടക്കുമായിരുന്നു. ഇവിടെ വന്ന് അവൻ്റെ ഷർട്ടൊക്കെ എടുത്തിട്ട് നല്ല ഒരു ഇതിൽ ജീവിച്ചു. ഞങ്ങൾ അവരെ അങ്ങ് വിശ്വസിച്ച് പോയി. പക്ഷെ നമ്മളെ കൊച്ചിനെ ഇങ്ങനെ വഞ്ചിച്ചിരിക്കണം ഞങ്ങൾ അറിയണില്ല.
എന്നിട്ട് പിന്നീട് ഡാൻസ് നിർത്തിയപ്പോൾ അവൻ്റെ ആ ഡ്രസ്സെല്ലാം അവരെയാണ് തിരിച്ചേൽപ്പിച്ചത്. ഞങ്ങളെ പൈസ കൊടുത്ത് മേടിച്ച ഡ്രസ്സുകൾ കൊടുക്കുന്നു. ഡാൻസ് നിർത്തി എന്ന് പറയുന്നത് അഖില് സുമേധ ഡാൻസിന് പോകുന്നില്ലെന്ന് പറഞ്ഞു. മോള് മരിച്ചതിന് ശേഷം പിന്നെ അവൻ പോയില്ല. അപ്പൊ അമ്മ ചോദിച്ചില്ലേ, കാരണം ചെറുപ്പം മുതൽ പഠിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പം മുതൽ പോകുന്ന ഒരു ഡാൻസ് ക്ലാസ്സിലേക്ക് പിന്നെ പോണില്ല എന്ന് പെട്ടെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ അവന് ആ ആദ്യത്തെ സ്നേഹമൊന്നും അവർ പിന്നെ കൊടുത്തിട്ടില്ല. പിന്നെ ഒരുപാട് പിള്ളേരെ അങ്ങോട്ടും കൊണ്ടാക്കിച്ച് പിന്നെ അവർക്ക് എല്ലാം അവർ മതി. പിന്നെ അഖിലിനെ വേണ്ട. ഇവിടെ നിന്ന് ഒരുപാട് പേര് എൻ്റെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്നവർ അകത്തുമായി. പിന്നെ കണ്ണം പുറത്തുമായി. പിന്നെ ഇവർ ഈ ഇവളെ കണ്ട് ഇവരെ സ്നേഹിച്ച് ഇവരങ്ങ് ഇതായി അങ്ങനെ. എന്നിട്ട് ഇവരെ കാര്യമൊക്കെ കാണാനൊക്കെ ഒരു കല്യാണത്തിന് ഇവർ വന്നായിരുന്നു. ഒരു ക്ലോക്ക് കൂടെ കൊണ്ടുവന്നായിരുന്നു. ആ വന്നത് തന്നെ പിന്നെ വന്ന് ആ ഡ്രസ്സുമൊക്കെ എടുത്തുകൊണ്ട് പോയതാണ്. എനിക്കിനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഉമ്മയുടെ മോളും പറയുന്നു കുഞ്ഞു നുള്ളു കൊടുത്ത് കുഞ്ഞു കമ്പെടുത്ത് അടി കൊടുത്ത്. ഈ പറഞ്ഞ ആ പിന്നെ ഉമ്മയുടെ മോക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എന്ത് ഈ അവളെ മാമ അടിക്കാത്തത്? ഇതുപോലെ കുഞ്ഞു നുള്ളും സിഗരറ്റ് ഇത് വെച്ച് കുത്തി കൊടുക്കാനും ഇത് വെച്ച് തീ വെച്ച് കത്തിക്കാനും എന്ത് കൊടുക്കാത്തത്? ഒരു മുറിയിലല്ലേ എൻ്റെ പിഞ്ചു കൊച്ചിനെ ഈ മുറിയിലിട്ടല്ലേ പീഡിപ്പിച്ചത്. അപ്പോഴിവിടെ വാത്സല്യം കൊടുക്കണം, ആഹാരം കൊടുക്കണം, വസ്ത്രം മാറ്റുന്നു, കുളിപ്പിക്കുന്നു, പാൽ കൊടുക്കുന്നു. നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീ. അതുപോലൊരു കൊച്ചല്ലേ. അതിൻ്റെ അമ്മ എവിടെ പോയി? ആ കൊച്ചവിടെ കിടന്ന് യാചിക്കാൻ പോലും പറ്റില്ല. ഈ കഴുത്തിൽ കുരുക്ക്, ഈ കൈ രണ്ടും ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ചാട്ടി വന്ന് എഴിക്കാൻ പോലും പറ്റില്ല. അവിടെ ഓടിച്ചാടി കിടക്കുന്ന അവളെ മക്കളെ അവൾ കരുതുന്നു. അവളെ കണ്ടല്ലേ കൊച്ചു കമ്പിട്ടടിക്കണത്. അവൾ ആ കൊച്ചുവിനെ അവൾ അടിക്കുമോ? അവളെ ഈ ഉമ്മ അടിക്കുമോ? ആ ഉമ്മയുടെ അവളെ ശരീരത്തിൽ ഇതുപോലെ വെച്ച് പൊള്ളിപ്പിക്കട്ട്. ഞാനൊന്ന് പൊള്ളിച്ച് രസിക്കട്ടെ. ഈ അമ്മയ്ക്ക് അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം തരാൻ പറ, വന്ന് നിൽക്കാൻ പറ ആശ്രയുടെ അടുത്ത്. അമ്മ ഈ പറയുന്ന പോലെ കുഞ്ഞിനെ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ നേരിട്ട്? എൻ്റെ മോനെ ആദ്യമായിട്ട് അവസാനം കണ്ടെന്ന് പെട്ടിയിലാക്കിയാണ്. ഈ ഉമ്മയെന്ന് പറയണ അവർ സ്ത്രീയല്ല, പിന്നെ എൻ്റെ അമ്മയെ പോലും പ്രായമുള്ളവരല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു മോനെ ജന്മം കൊടുക്കാതിരുന്നെങ്കിൽ ഞങ്ങൾക്കത് സംഭവിക്കില്ലായിരുന്നു. മനസ്സിലായോ? അവർ പറഞ്ഞു കുഞ്ഞു നുള്ളു ഇങ്ങനെ പൊത്ത് എൻ്റെ പൊന്നുമോൻ്റെ മുഖം ഇവർ കണ്ടില്ലേ? അത് പുതിയ മുറിവുകളല്ല, പഴക്കമുള്ള മുറിവുകളാണ് ഇവിടെ അത്രയും സിഗരറ്റ് കൊണ്ട്. അതും കുഞ്ഞാണോ മോളെ? ഞങ്ങൾക്ക് തന്നെ ഒരു പൂച്ചക്കുട്ടി ഇതെവിടെ വീണാ സഹിക്കൂല. ഞങ്ങൾ ആ സൗണ്ട് കേൾക്കും. അതിൻ്റെ ഒരു സ്വഭാവ രീതി മാറുമ്പോൾ അറിയാം. അവൻ എന്തിനീ ത്യാഗം അനുഭവിക്കണം? കണ്ടോ എൻ്റെ കൊച്ചിന്? കണ്ടും കൊണ്ട് അവളെയല്ലേ ഏറ്റെടുത്തത്. അവളെയാണ് നോക്കാനുള്ളത്. ഞങ്ങൾ അവൻ്റെ കൂടെ യാചിക്കുകയാണ്. അവൻ തരാൻ ഞാൻ ഇന്നടുത്ത് വണ്ടി ഓടെയാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ കേട്ടുകൊണ്ട് മുറി കിടക്കുകയാണ്. ഇവർ ഫോണിൽ സംസാരിക്കണത്. അത് അങ്കിളെ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വണ്ടി ഓടെയാണ്. ഞാൻ വണ്ടി ഓടിയിട്ട് നാട്ടിൽ വന്ന ഉടനെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക. പിന്നെ ഇവർ വിളിക്കുമ്പോഴും ഈ ഡയലോഗ് തന്നെ അവൻ പറയാണ്, ഞാൻ ഇന്നടുത്ത് നിൽക്കുകയാണ്, ഞാൻ അവിടെ വന്നിട്ട് ഇതിനൊരു തീരുമാനം എടുക്കാം അങ്കിളെ. പിന്നെ ഒരു ദിവസം ഇവർ വിളിച്ചപ്പോൾ അങ്കിളെ ഞാൻ അത് പൂർണ്ണമായിട്ടും വിട്ടുതരൂല അങ്കിളെ. അപ്പോഴും ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വരാം, മോനെ കാണാൻ കൊണ്ടുപോവാൻ വരാം. ഇനി ഇതിൻ്റെ അപ്പുറം നിങ്ങൾ എന്താണ് പറയുന്നത്? അത് അങ്കിളെ കോടതിയിൽ കിടക്കുന്ന ആ കേസ് ഒന്ന് നിങ്ങൾ തമ്മിൽ ഒന്ന് ഒത്തീർപ്പാക്കാൻ പറ്റും. അപ്പം ചേട്ടൻ ചോദിച്ചു കോടതിയിലെ കേസ് വേറെ, കുഞ്ഞിൻ്റെ കാര്യം വേറെ. കോടതിയിലെ കേസും കുഞ്ഞിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യം തോന്നുന്നു. കോടതിയിൽ അഖിലെ കൊടുത്തിരിക്കണ് അറ്റാച്ച് മാത്രമല്ല 2 ലക്ഷം രൂപ എൻ്റെ മോൻ പോക്കറ്റ് മണി, 25 ഉരുപ്പടി, 1 ലക്ഷം രൂപ വരെ ഫർണിച്ചർ സാധനം, 1 ലക്ഷം രൂപ വരെ പ്രസൻറ്റേഷൻ, ഇത്രയും എൻ്റെ ഈ ഭവനത്തിൽ കൊണ്ടുവന്നു. അഖില കൊണ്ടുവന്നു പറയണം കേസ് കൊടുത്തിരിക്കുന്നത്. തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ അവകാശത്തിന് വേണ്ടിയിട്ടാണ് കേസ് കൊടുത്തത്. ബുധനാഴ്ച 10-ാം തീയതി കേസ് ഇരിക്കുകയാണ്. അവിടെ കോടതി കൊടുത്തിരിക്കണമെങ്കിൽ അഖില ഇവിടെയായിരുന്നു അഖിലത്ത് ഗർഭിണിയായപ്പോഴും ഞാൻ ഏറ്റവും വലിയ ചീത്തയും വിളിച്ചിട്ട് പറഞ്ഞു പോയി കൊണ്ടുപോയി 5 ലക്ഷം രൂപ പ്രസവത്തിന്. അങ്ങനെയും കൂടെ 1.5 വർഷമായി കേസ് കൊടുത്തിട്ട് ഇതേവരെ അവർക്ക് കേസ് അവര് അറ്റൻഡ് ചെയ്തിട്ടില്ല. ആ കേസ് ഒത്തീർപ്പ എവനും തോന്നുന്ന കാര്യം അത് അഖില പറയണില്ലല്ലോ. അമ്മ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമെങ്കിൽ ഞാൻ കൊടുത്ത ആ കേസ് ഒന്ന് ഒഴിവാക്കുമെങ്കിൽ കുഞ്ഞിനെ നമുക്ക് തരാം. അത് അഖിലയുടെ കാര്യമല്ലേ. അതിൽ ഇവൻ കയറി സംസാരിക്കേണ്ട ഇവൻ എന്തോന്ന് യോഗ്യതയാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവണില്ല. അവൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് പൂർണ്ണമായിട്ട് കൊച്ചിലോട്ട് തന്നെ. അപ്പോഴേ ഈ കേസ് നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞില്ല. പിന്നെ കൊച്ചിൻ്റെ കാര്യം അങ്ങ് ഉപേക്ഷിക്കാം. പിന്നീട് അമ്മ ഫോൺ എടുക്കൂല.
പിന്നെ ഞങ്ങളെ വീണ്ടും ഇവളുടെ ഒരു മാമ മോഹിപ്പിച്ചെന്ന്. ഞാൻ എറണാകുളത്ത് നിൽക്കുകയാണ്. ഞാൻ ഇന്ന് വന്ന ഉടനെ കൊച്ചിൻ്റെ കാര്യം തന്നെ, അഖിലയും ഇവിടെ ഇല്ല, അഖില ഡാൻസ് പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. ഞാൻ വന്ന ഉടനെ നിങ്ങൾക്ക് അങ്ങ് എടുത്തിട്ട് തരാം. അവർക്കൊക്കെ അല്ലേ അറിയണം ഇങ്ങനെ പല വീടുകളിലാണ് ഈ അമ്മ കേസ് കൊടുത്തത്. ഈ കുഞ്ഞ് കൈ ഒടിഞ്ഞെന്നൊക്കെ അഖിലേരെ അമ്മ കൊണ്ട് നെടുമങ്ങാട് സ്റ്റേഷനിൽ കേസ് കൊടുത്തൊക്കെ ഇത് ഈ മൊബൈൽ വഴിയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ അഖിലേരെ അമ്മേനെ കാണുന്നത് എൻ്റെ കുഞ്ഞുമോ മരിച്ചപ്പോൾ കൊണ്ടുവന്നതാണ്. അവർ വന്ന് അടുത്തിരുന്ന് കരഞ്ഞാണ് ഞാൻ അഖിലേരെ അമ്മേനെ കണ്ടത്. ഈ അഷ്കറിനോട് ആദ്യമായിട്ട് ചേട്ടൻ എപ്പോഴാണ് ചേട്ടൻ സംസാരിക്കുന്നത്? ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്. ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, അനു ടീച്ചർ പറഞ്ഞല്ലോ, അനു ടീച്ചർ പറഞ്ഞ് നിങ്ങൾ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ടീച്ചർ വിളിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടീച്ചറെ വിളിച്ച്. ടീച്ചറാണ് പിന്നെ പറഞ്ഞത് അഖിലയോടും അഖിലയുടെ ഭർത്താവിനോടും ഇപ്പോഴുള്ള ഭർത്താവിനോടും സംസാരിക്കുന്നത് പറഞ്ഞിട്ട് അവരാണ് ഫോൺ നമ്പർ തരുന്നത്. അങ്ങനെ ആ ഫോൺ നമ്പറിൽ വിളിച്ചാണ് ഞാൻ ആദ്യമായിട്ട് അഷ്കറിനോട് സംസാരിക്കുന്നത്. അഷ്കറിനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് കുഞ്ഞിനെ പൂർണ്ണമായിട്ട് വിട്ടുതരാൻ പറ്റില്ല, കുഞ്ഞിനെ പൂർണ്ണമായിട്ട് വിട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ട് വേണ്ട, അഖിലേക്ക് എപ്പോഴും വേണം ഇവിടെ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാം, കാണാം. അത് നിയമവശം വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്തു വെച്ചിട്ട് നിങ്ങൾ തന്നാൽ മതി. ആദ്യം ഞാൻ 3 ദിവസം ഞാനിപ്പോൾ ദൂരെ ഇവിടെ വണ്ടി ഓടാൻ പോയിരിക്കുകയാണ്. പോയിട്ട് വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളിക്കുന്നില്ല. അങ്ങനെ ഇതിന് നിരന്തരം ഇങ്ങനെ പറഞ്ഞും വിളിച്ചു ഒക്കെ 3 മാസം കൊണ്ട് ഇതിൻ്റെ പുറകെ ആയിരുന്നു. അയാൾ എപ്പോഴും ദേഷ്യത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? എന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അവളെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ അവളോട് ദേഷ്യപ്പെട്ട് ഇപ്പോൾ പുറകെ നിന്ന് പ്രോമിറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ടീച്ചർ പറഞ്ഞ് പിന്നെ ഈ കൊലയാളിക്ക് അവൻ്റെ പേര് പോലും ഞാൻ വിളിക്കൂല, അവൻ കൊലയാളിയല്ലേ, കശാപ്പുകാരൻ. ഈ കശാപ്പുകാരന് കാണുമ്പോൾ എൻ്റെ മോന് ഭയങ്കര പേടിയാണെന്ന്, അവൻ്റെ സൗണ്ടേ ഇഷ്ടമില്ല. അപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ അതെന്ത്, അത് വലിയ സൗണ്ട് ആയതുകൊണ്ടാണ്. എവൻ കൊച്ചിനെ ഇങ്ങനെ പീഡിപ്പിക്കണോണ്ടല്ലേ കൊച്ച് ഭയക്കണത്. അവൾ പറഞ്ഞുണ്ടാക്കിയാണ് അത്. അവൻ ഈ കശാപ്പുകാരൻ്റെ സൗണ്ട് വലിയ സൗണ്ടാണ്, അതുകൊണ്ടാണ് കൊച്ചിന് ഭയം. അതായത് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ടീച്ചർ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ പേടിയാണ് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് ഭയങ്കര പേടിയാണ്, അവനായിട്ട് അടുക്കുന്നില്ല, അവന് വല്ലാത്തൊരു ബാസുള്ള സൗണ്ടാണ്, അതുകൊണ്ടാണ് കുഞ്ഞടുക്കാത്തതെന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ അഷ്കറിൻ്റെ ഇപ്പം ഞാൻ ഈ മീഡിയ വഴി കണ്ടിട്ടുണ്ട്, അവരെ സംസാര രീതിയെല്ലാം കണ്ടിട്ടും പൂർണ്ണമായിട്ടും ഈ അഷ്കറിൻ്റെ ഉമ്മയ്ക്കും സഹോദരിക്കും ഇന്നത്തെ പങ്കുണ്ട്. അതേപോലെ ഈ ഡാൻസ് ടീച്ചറിനെ ഇപ്പം ഒഴിവാക്കി നിൽക്കുന്നത് ഇത് ഇനിയും ടീച്ചർ അവരെ ഞാൻ ഉൾപ്പെടുത്തി കേസ് ഒരു സമഗ്രമായി അന്വേഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ഈ ട്രൂപ്പിൽ നിന്ന് പിള്ളേർ വഴി തെറ്റും. അത് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ചേട്ടൻ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ടീച്ചർ ആദ്യമായിട്ട് ചേട്ടനാണോ വിളിക്കുന്നത്? എങ്ങനെയാണ്, ഇങ്ങോട്ടായിരുന്നോ കോൾ വരുന്നത്? ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നത് ടീച്ചർ എൻ്റെ തൊട്ട് വീടിനടുത്തുള്ള സുഹൃത്തിനെയാണ് വിളിക്കുന്നത്. എൻ്റെ നമ്പറില്ല ടീച്ചറിന്. അപ്പോൾ ആ സമയത്ത് ടീച്ചർ വിളിക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? നിങ്ങൾ ഇങ്ങനെ കുഞ്ഞിനെ വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത് അല്ല, നമ്മൾ ഉന്നയിച്ചതുകൊണ്ടല്ല. ഇവര് പോലീസ് സ്റ്റേഷനിൽ കേസ്, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസായി, അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് എന്നവിടെ പറഞ്ഞെന്ന് പറയുന്നു. അങ്ങനെ ടീച്ചർ പറഞ്ഞാൽ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, കുട്ടിയുടെ അച്ഛൻ്റെ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ അഖിലേക്ക് അറിയാവുന്നത് എൻ്റെ ഈ പുള്ളിക്കാരൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് വന്ന ആളാണ്. പട്ടാളം മാമൻ പറഞ്ഞിട്ടാണ് പട്ടാളം മാമൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. ഈ പട്ടാളം എന്ന് പറഞ്ഞ പുള്ളിയാണ് എന്നെ വിളിച്ചിങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് പിന്നെ ഈ പട്ടാളമാണ് ഈ അനു ടീച്ചർ നമ്പർ എനിക്ക് തരുന്നത്. ആ നമ്പറിൽ നിന്ന് ഞാൻ അനു ടീച്ചറിനെ അങ്ങോട്ട് വിളിച്ച് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ഇതുപോലെ ഞാൻ ഇപ്പം അവിടെ ഇല്ല, ഞാൻ പാലക്കാട് ഒരു പരിപാടിയായിട്ട് നിൽക്കുവാണ്, 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും, വന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ തുടങ്ങി. 3 ദിവസമായി 4 ദിവസം 5 ദിവസമായി അവർ വിളിക്കുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവർ ഫോൺ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് അണ്ണ ഈ അഖിലയോടും അഖിലയുടെ ഇപ്പോഴത്തെ ഭർത്താവിനോടും സംസാരിക്കും. ഞാൻ പറഞ്ഞു നമ്പർ ഇതാ. അപ്പോൾ അഖിലേക്ക് നമ്പർ ഇത് നമ്മൾ വാട്സപ്പ് കോൾ വിളിച്ചാലേ കിട്ടുള്ളൂ, മറ്റേ നമ്പർ വിളിച്ചാൽ കിട്ടത്തില്ല, അവളുടെ ഭർത്താവിൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല കുഴപ്പമില്ല അണ്ണ സംസാരിച്ചായിരുന്നു. അങ്ങനെ ഈ അഷ്കറിൻ്റെ നമ്പർ ടീച്ചർ എനിക്ക് തന്നു. ആ സമയത്താണോ ഈ കുഞ്ഞിനെ ഇഷ്ടമല്ലെന്നുള്ള കാര്യം പറഞ്ഞത്? ആര് പറഞ്ഞത്? ടീച്ചർ അപ്പോഴല്ല പറഞ്ഞത്, ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് പിന്നീടാണ് പറഞ്ഞത്. പിന്നെ ഇത് നമ്പർ തന്ന് ഞാൻ വിളിച്ച് ഒരു കുഞ്ഞിനെ പൂർണ്ണമായിട്ട് തരാൻ പറ്റില്ല,
എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പിന്നെ അഖിലയെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അഖിലയിൽ ഫോൺ കൊടുക്കുന്നു. അഖിലയോടും സംസാരിച്ചു. അഖില പറഞ്ഞത് എനിക്ക് പരിപൂർണമായിട്ട് വിട്ടുതരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇത് കുഞ്ഞിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വന്ന് കാണാം, കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് വേണം, എന്താണ് നിയമവശമാണ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, പിന്നെയാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്, അണ്ണാ അവൻ കുഞ്ഞ് അവനുമായിട്ട് ഇണങ്ങുന്നില്ല, ഒരു വലിയ ബാസുള്ള സൗണ്ട് ആണ്, അതുകൊണ്ട് ആണ് ഇണങ്ങുന്നില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അവൻ ഇണക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ നോക്കിയിട്ട് ഇണങ്ങുന്നില്ല എന്നിങ്ങനെ അങ്ങനെയാണ് ടീച്ചർ എൻ്റെ കൂടെ പറഞ്ഞത്. അതിനുശേഷമൊക്കെ പിന്നെ ആയപ്പോഴും പിന്നെ ടീച്ചർ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. അങ്ങനെ ഇരുന്നതാണ് ഇത് ഞാൻ നിയമവശം നോക്കാമെന്ന് പറഞ്ഞ് വക്കാലത്ത് ഒപ്പിട്ടിരുന്നപ്പോഴാണ് എവളെ മാമ ഒരു ദിവസം വിളിക്കുന്നത്. മാമ ഒരു ദിവസം വിളിച്ച് പിന്നെ ഒരു അസ്കർ വിളിച്ച് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിളിച്ചു വെച്ചോ പറഞ്ഞു, മാമ അത് ഞാൻ അഡ്വക്കേറ്റുമായിട്ട് ആലോചിച്ചു, കേസ് അത് നമുക്ക് ഒത്തീർപ്പാക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷാവും, മാമ അഖിലയായിട്ടൊക്കെ സംസാരിച്ച് ഒന്ന് ഒത്തീർപ്പാക്കാൻ നോക്കി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നമുക്ക് കേസും ഇതുമായിട്ട് വലിയ ബന്ധമില്ല, നമ്മൾ കുഞ്ഞിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, അത് കുഞ്ഞിൻ്റെ കേസ് നടക്കൂല അമ്മ, പൂർണ്ണമായിട്ട് വിട്ടുതരാൻ പറ്റിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ശരി, ഇനി അങ്ങനെ ഇരിക്കട്ടെ, കേസിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ, കേസ് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ അഖിലയുടെ മാമൻ വിളിക്കുന്നത്. മാമൻ വിളിച്ച് ഇതുപോലെ അവൻ്റെ കൂടെ റൈസായി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ ഒറ്റ വാചകം പറഞ്ഞു, അത് എനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞു കേസ് വേറെ, കുഞ്ഞിൻ്റെ കാര്യം വേറെ, അത് ഞാൻ പറഞ്ഞത് വലിയ തെറ്റായി പോകണമെങ്കിൽ ഞാൻ അവൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാം, നമുക്ക് കുഞ്ഞിനെ തന്നാൽ മതി എന്നിങ്ങനെ ഞാൻ മാമനോടും പറഞ്ഞു. എവളെ മാമനോട് പറഞ്ഞു. അങ്ങനെ അവളും അമ്മ പറഞ്ഞ ഈ കള്ളത്തരങ്ങൾ കേട്ട് അവരെ അനുനയിപ്പിച്ചിങ്ങനെ നടന്നു. അതാണ് വിഷയം. കുഞ്ഞിനോടാണ് ഈ ക്രൂരത. അതെ, ക്രൂരത മൊത്തം കാണിച്ചത് ഈ കൈയൊടിഞ്ഞ സംഭവം അതുപോലെയാണ്. കൈയൊടിഞ്ഞ സംഭവം നമ്മൾ അറിഞ്ഞില്ല, സൈക്കിളിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇത് ഈ 2 കൈ ഒടിഞ്ഞ ഈ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇടാൻ പോയ ഡോക്ടർക്ക് അറിയത്തില്ലേ ഈ കുഞ്ഞിൻ്റെ പുറത്ത് ഈ മുറിപ്പാടുകൾ കിടന്നെന്ന് പറഞ്ഞ്. ഡോക്ടറും കൂടെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം വരുമായിരുന്നു. പക്ഷെ അന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവരത് ശ്രദ്ധ. രണ്ടാമത് ഈ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകേണ്ട എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആൾക്കാരുണ്ടെന്ന് അനു ടീച്ചർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോഴത്തേക്ക് പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. ശരിയെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആൾക്കാരെ നമ്പറിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് താല്പര്യമുണ്ടെന്ന് ചോദിക്കാം എന്നൊന്ന് അവർ ഒന്ന് ബുദ്ധി കടത്തി ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. നമ്മൾ ഈ കേസുകളൊന്നും അറിയുന്നില്ല. ഈ കേസുകളെല്ലാം ഇതൊക്കെ ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. ഈ അഖിലിന്റെ സ്വത്തുക്കളൊക്കെ കുഞ്ഞിന്റെ പേരിലേക്ക് അറ്റാച്ച് ചെയ്തെന്ന് പറയുന്നു. അതെ, ആരെയും പേരിനായിട്ട് വെച്ചില്ല, അങ്ങനെയല്ല അറ്റാച്ച് ചെയ്യുന്നത്. കുഞ്ഞിന്റെ പേരിന് കുഞ്ഞിന് വേണ്ടിയിട്ട് എൻ്റെ വസ്തു ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ ഈ വീട് സ്ഥലമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവർക്ക് അവകാശം വേണം. കാരണം ഒന്ന് കുഞ്ഞിന് ഈ വസ്തുവിൽ നിന്നുള്ള അവകാശം, രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ അവളെ കൊണ്ടുവന്നത് 25 ഉരുപ്പടി, 2 ലക്ഷം രൂപയുടെ ഫർണിച്ചർ സാധനങ്ങൾ, 1 ലക്ഷം രൂപ പോക്കറ്റ് മണി, 2 ലക്ഷം രൂപ പോക്കറ്റ് മണി, ഇതെല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അതിനാണ് ഞാൻ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷം കൊണ്ട് കേസ് പറയുകയാണ്. ഒറ്റ കേസിന് പോലും അഖില അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇനി വരുന്ന 10-ാം തീയതിയും കേസിരിക്കുകയാണ്. അമ്മ ഈ പറയുന്നത് പോലെ ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ തല്ലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അത്രയും വലിയൊരു ആക്രമണം ഉണ്ടായിട്ട് പോലും അഖിലയ്ക്കും ഈ പറയുന്ന അഷ്കറിനാണെങ്കിലും അവർ തമ്മിലുള്ളൊരു കണക്ഷൻ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അഷ്കറിനെ കാണുന്നത് ഈ അടുത്താണ്. അതിന് മുൻപേ അഖിലുമായിട്ട് എങ്ങനെയായിരുന്നു? ഇതേപോലെ തന്നെ ആയിരുന്നു? ആരാണ് അഖില മോൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴൊന്നും മൈൻഡ് ചെയ്യൂല. ഇദ്ദേഹത്തിന് എപ്പോഴും ഫോണിലാണ്. ഇവര് തമ്മിലൊരു പ്രണയ വിവാഹം തന്നെയാണ്. തന്നെ ഇപ്പം വിവാഹം എന്ന് പറഞ്ഞാൽ ഇവര് തറയിൽ നിൽക്കൂലല്ലോ. ഒരു നേരം പോലും ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല. ആ വണ്ടിയുടെ വീല് തേയണല്ലാതെ ഇവർക്ക് ശരീരമായിട്ട് ഒരു ക്ഷീണമോ തളർച്ചോ ഒന്നുമില്ല. ഇവരിങ്ങനെ ഇത് എവിടെയാണ് പോണതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടുത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കുകയില്ല. എല്ലാ വെളിയിൽ നിന്നേ കഴിച്ച് മാറ്റും കൊണ്ടും വരും. പിന്നെ അത്രമാത്രം അവർ പക്ഷെ അഖിലയ്ക്ക് അങ്ങനെ ഇല്ല. അഖിലയ്ക്ക് എപ്പോഴും ഫോണും കൊണ്ട് എന്തിനു പറയാൻ അമ്മയെ വിളി. അമ്മ അങ്ങനെ 24 മണിക്കൂർ ആ ഫോണിനകത്തിരിക്കുമോ? അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറയാൻ രഹസ്യം തോന്നുന്നു. കാലിങ്ങനെ ഇട്ട് തേച്ച് കാര്യം ഇവിടെ എല്ലാ ജോലിയും ഞാൻ ഒതുക്കി വയ്ക്കുകയില്ലേ. ഞാൻ ഒതുക്കി വെച്ചിട്ട് രാവിലെ ഞാൻ പോവേയില്ലേ. പട്ടിയെ വേണമെന്ന് പറഞ്ഞ് ആടിനെ വേണമെന്ന് പറഞ്ഞ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഈ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് അവസാനം എൻ്റെ മണ്ടയിലിട്ടിട്ട് അവരിവിടെ നിന്ന് പൊക്കളഞ്ഞു.
ഈ ആടിനൊക്കെ അകലേക്ക് വേണ്ടി വരും. ഓ അതാ ഈ തൊട്ട് ഒരു ആശാവർക്കറുണ്ട്, അവരെ വിളയിൽ ആടിനെ കൊണ്ട് നിർത്തുമ്പോൾ ഓടരെ അകലേക്ക് ആട് വേണം എപ്പോഴും അവരോട് ചോദിക്കും. അപ്പോഴവർക്ക് അത് അവർ വളർത്തുന്നതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നവർക്ക് ഇഷ്ടമില്ല. അത് ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ എൻ്റെ ഉരുപ്പടി കൊണ്ട് പണയം വെച്ച് അവൾക്ക് ആട് വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ എൻ്റെ പട്ടിയോട് വന്നൊരു പട്ടിയും വാങ്ങിച്ചു കൊടുത്തു, ലാഭം. അത് വാങ്ങിച്ച് കൂട് വരെ കെട്ടിയതെല്ലാം ഞാനാണ്. അങ്ങനെ വരെ നോക്കി നിന്നപ്പോഴാണ് പിന്നീട് ഇവക്ക് ഈ ആട്ടിനെ കുളിപ്പിക്കാനോ അറിഞ്ഞൂടാ, അവിടെ വൃത്തിയാക്കാൻ അറിഞ്ഞൂടാ, തോലടിക്കാറുണ്ട്, അതൊക്കെ ജോലിയില്ലേ. പക്ഷെ ഇതെല്ലാം ഞാൻ ഏറ്റെടുത്ത് ചെയ്യണം, ഒരു ഞാൻ അടിച്ചു പോയില്ലേ. അപ്പം അവർ ഒന്നും അങ്ങനെ ജീവിക്കണവരല്ല. അതിലാണ് എനിക്ക് മനസ്സിലായത്. നമ്മളവിടെ പേണി നിൽക്കണവരല്ല. ഇത്രയും പോരെ ജീവിക്കണമെന്നുള്ള ഒരു വീട് പോരെ നമ്മൾ ജീവിക്കണമെന്ന് നമ്മളൊരു കുടുംബത്തിൽ അവരോട് ചേർന്ന് ജീവിക്കാമെന്നാണ്. മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിട്ട് അമ്മ എന്ന് പറയുന്ന അഖിലേക്കും ഈ ചെയ്ത ഈ കൊടുംക്രൂരത ചെയ്ത അവനും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു ഭാവവ്യത്യാസവും ഇല്ല. അത് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഡ്രഗ് അഡിക്റ്റുകളാണ്. ഈ അഷ്കറിന്റെ കൂട്ടുകാർ പറയുന്നത് ഇവൻ മദ്യപിക്കില്ല, പുക വലിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ രണ്ട് രീതിയിലും, പുക വലിക്കാത്ത രീതിയിലും കുടിക്കാത്ത രീതിയിലും ഡ്രഗ് അകത്തുന്ന ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, ഒരുപാട് സാധനങ്ങളുണ്ട്. സിഗരറ്റ് മേടിക്കണം എന്തിനാ ഈ വലിക്കാത്തവൻ? എൻ്റെ അപ്പീനെ പൊള്ളിക്കാൻ മാത്രം സിഗരറ്റ് കുറ്റികളെ അതിട്ടാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തത്. രണ്ടാമത് ഈ അഖിലയും അതുപോലെ തന്നെ, അഖിലയും നല്ല രീതിയിൽ ഡ്രഗ് അഡിക്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഡാൻസ് ട്രൂപ്പിൽ പോകുന്ന മിക്കാറെണ്ണത്തിനും കുഴപ്പമാണ്. മിക്കാറെണ്ണത്തിനും ഈ ഏകദേശം കുറേയൊക്കെ കുടുംബം ആയതുകൊണ്ട് വഴിതിരിഞ്ഞു പോയതുകൊണ്ട് അതിപ്പോൾ അവരെ ഞാൻ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവരെ ഇതിന് മുന്നിൽ കൊണ്ടുവരുന്നില്ല. അത് അവരെ കൂടെ അന്വേഷണം ഇനി എനിക്ക് ഡിവൈഎസ് ഓഫീസിൽ നിന്ന് ഇതിന് സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കും. അപ്പോഴും ഞാൻ സാറിനോട് ഞാൻ ഈ കാര്യം പറയാം. 1-2 പ്രാവശ്യം പറഞ്ഞു, മീഡിയക്കാരോട് പറഞ്ഞിട്ടും അത് ഇപ്പോൾ അവർ അതിനകത്ത് എത്തുന്നത്. കാരണം വെച്ചാൽ ഇവൻ കുറ്റമായിട്ട് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇവർക്ക് ഇനി വേറെ പുതിയ പ്രതിയെ പിടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞങ്ങളിത് പറഞ്ഞെന്തിനു നോക്കളെ, നമ്മളെ മക്കളെ നഷ്ടപ്പെട്ട് ഇനി അതിൽ കുറേ കുട്ടികൾ അവളെ കസ്റ്റഡിയിലായി പോയി. പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. ആ അമ്മമാർക്ക് ഞങ്ങൾക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ ദൈവശക്തി തന്നു. എല്ലാ അമ്മമാർക്കും അത് കിട്ടൂല. 9 വർഷം കൊണ്ട് ഞാൻ കരയുന്നു. ഇതിലൊരു ചാനലിൽ ഒരു പയ്യൻ മൊബൈലിട്ടിരിക്കുന്ന മന്ത്രിയോട് ചിരിച്ചും കൊണ്ട് നിന്നു. 9 വർഷം കൊണ്ട് ഒരു മോള് മരണപ്പെട്ട ആ അമ്മ കരഞ്ഞ് കണ്ണുനീര് അത്രയും നീരും വെള്ളം ഇപ്പോഴും വന്ന്. പിന്നെ 2 വർഷം കൊണ്ട് ഒരു മോൻ്റെ വേണ്ടിയും കരഞ്ഞ്. അപ്പോഴേ എൻ്റെ വീട്ടിലൊരു ദൈവം വന്ന ഒരു മന്ത്രി എന്നെ ആശ്വസിപ്പിക്കാൻ വരുമ്പം കണ്ണുനീരും അല്ല ചിരിയും അല്ല. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരു മോളോ ആരാ ഒരു ഇത് കിട്ടും. അത് എൻ്റെ ഒരു അടുത്ത ബന്ധു പറഞ്ഞു, ഇങ്ങനെയും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു മക്കളൊന്നും തിരിച്ചിട്ടില്ല, അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ നല്ല ഇട്ട് കൊടുത്ത അമ്മേരെ വേദനകൾ ഞങ്ങൾക്കല്ലേ അറിയാവൂ. അങ്ങനെയാണ്. അതേസമയം ഇന്ന് അവൻ്റെ ഉമ്മ സംസാരിക്കണത് ഈ മോൻ കണ്ടില്ലേ, ഈ മോനായാലും ഈ മോളും കണ്ടില്ലേ, എൻ്റെ പൊന്നുമോൻ വെള്ളം കുടിച്ചോ എന്തോ, എൻ്റെ പൊന്നുമോൻ്റെ ബാക്കിലിടിച്ച് അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച്. എൻ്റെ കൊച്ചിനെ കുഞ്ഞു കമ്പിട്ടാണ് അടിച്ചത്. അവളെ മോനും അവരടിച്ച് പിടിച്ച്. അവളെ മോനെ ആരെല്ലാം കൈവച്ച നാട്ടുകാർക്കും കുഞ്ഞു മക്കൾക്കും സഹോദരങ്ങൾക്കും പ്രാവിയ സഹോദരന്മാർക്കും എൻ്റെ ഈ 3 ആത്മാക്കൾക്കും ഞങ്ങളും കൂടെ നിന്നുള്ള നന്ദി. സത്യം എത്രമാത്രം അവരെയൊക്കെ പുകഴ്ത്താമോ അത്രയും ഞാൻ പുകഴ്ത്തും. എൻ്റെ ആയുസ്സുള്ള കാലം എന്തെന്നാ ഇതെല്ലാം ദൈവം ചെയ്യണേ, മനസ്സിലായോ? അവരൊന്നും അവരുടെ മൂക്കാൻ വേണ്ടി അടിച്ച് എൻ്റെ അപ്പിനെ തല പിടിച്ച് ചെമ്പല്ലല്ലേ അടിച്ചത്. തോന്നൂ അത് ഈ സ്ത്രീയുടെ ചെവിയിലെത്തിയില്ലേ? എൻ്റെ മോൻ വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ചെവിയിലെത്തിയില്ല ആ സൗണ്ട്. ആ കൊച്ചിന് സൗണ്ടും ഇല്ല, തുണി വാരി വെച്ചാണ്. ഇല്ലെങ്കിൽ അപ്പുറമുള്ള ആരും കേട്ടില്ലേ? അവിടെ കൊച്ചു കരയുമ്പോൾ ഞാൻ ഇവിടെ ഏങ്ങയാണ് കിടന്നു. 2 വയസ്സായാലും മോൻ അപ്പുറത്തെ വീട്ടിൽ പനി കാരണമായിട്ട് ആശുപത്രിയിൽ പോയിട്ട് വന്ന് കരയുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടയാണ്. ഫോണൊന്നും ഞാൻ കൈകാര്യം ചെയ്യണില്ലെങ്കിലും ഈ ഓരോ ഒച്ചാളെ കൊച്ചുങ്ങളതായിട്ട് കേൾക്കണില്ലേ? ഈ സ്ത്രീ കേട്ടില്ലേ 10 മാസം ചോന്ന് പ്രസവിച്ച ഈ തള്ള, അവളെ മോളെന്ന് പറഞ്ഞ ആ സ്ത്രീയും അവളെ കുഞ്ഞും അവിടെ കിടക്കണേ. എന്ത് മാമനെ ഏൽപ്പിച്ചിട്ട് പോവാത്തത്? നൊന്തല്ലേ, നൊന്ത്. ഇനി ഈ അമ്മച്ചിയുടെ മുമ്പായിരിക്കും എനിക്ക് വിധി വരണം. അത് ഞാൻ ചെയ്യും. എന്താണ് ഏതെന്നുള്ള കറക്റ്റ് ഈ ഡാൻസ് ടീച്ചറിനെ ഈ അന്വേഷണത്തിൽ ഭാഗമായിട്ട് കൊണ്ടുവരണം. ഈ ഉമ്മയും ഈ അഷ്കന്റെ സഹോദരിയും